പിള്ളേർ കാമായിട്ട് ഓർഗനൈസ്ഡായിട്ട് ജീനുകളിൽ നിന്ന് അപ്പൻ്റെയോ അമ്മയുടെയോ ഒക്കെ പോലെ ഡോക്ടർ പറഞ്ഞ പോലെ വരുന്നതാണോ, നമ്മൾ ആ ഉണ്ടാവുന്ന സമയം തൊട്ടുള്ള ട്രീറ്റ്മെൻറ്റിൽ നിന്നും അവർക്ക് മാറ്റങ്ങൾ വരുന്നതാണോ? എത്രത്തോളം ആ DNA ജീൻ, അപ്പൻ്റെ അമ്മയുടെ വാശി, അവരുടെ പാരമ്പര്യങ്ങൾ ഒരു കൊച്ചിനെ അഫക്റ്റ് ചെയ്യും? ഉറപ്പായിട്ട് എഫക്റ്റ് ചെയ്യും. ബിക്കോസ് ഇതെല്ലാം ജനറ്റിക് ആണല്ലോ. നമ്മുടെ എല്ലാ ട്രേറ്റും, ഇപ്പം നമ്മുടെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ എല്ലാ ട്രേറ്റും വരുന്നത് ജീനിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മളൊരു കേസ് വരുമ്പോഴും നമ്മൾ ചോദിക്കും ഫാമിലി ഹിസ്റ്ററി എന്തെങ്കിലും ഉണ്ടോ. ബിക്കോസ് മോസ്റ്റ്ലി എല്ലാം ഇൻഹെറിറ്റഡ് തന്നെയാണ്. പക്ഷേ എൻവയൺമെൻറ്റൽ ഫാക്ടേഴ്സ് ഇപ്പോൾ കൂടുതൽ റോള് പ്ലേ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് തന്നെ വെർച്വൽ ഓട്ടിസം, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഓർഗാനിക്കായിട്ട് ഒരു പ്രശ്നം ആ കുട്ടിക്ക് ഉണ്ടാവില്ല. പക്ഷേ കൂടുതൽ സ്ക്രീൻ ടൈം ആൻഡ് ലാക്ക് ഓഫ് സ്റ്റിമുലേഷൻ ഫ്രം ദ പേരൻസ്. അതായത് നേരത്തെ അല്ലെങ്കിൽ നമ്മുടെ പേരൻസ് നമ്മളിൽ കൂടുതൽ അതായത് കഴിഞ്ഞ ജനറേഷനിലൊന്നും അത്ര കൂടുതൽ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ പോലും അവിടെ വേറെ അങ്കിൾ, ആൻറ്റി അല്ലെങ്കിൽ ഒരു ജോയിൻറ്റ് ഫാമിലി ആയതുകൊണ്ട് ഗ്രാൻഡ് പേരൻസ് എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു ന്യൂക്ലിയർ ഫാമിലിയാണ്. അങ്ങനെ വരുമ്പം ഈ പേരൻസ് രണ്ടുപേരും വർക്കിംഗ് കൂടെ ആകുമ്പോഴത്തേക്കും അവർക്ക് ഒട്ടും സമയമില്ല കുട്ടികളെ ശ്രദ്ധിക്കാൻ. അപ്പോൾ അവർ കൂടുതലും എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ശരിയാണ്, കൂടുതലും അവരുടെ ബ്രെയിൻ്റെയും അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടേഴ്സും എല്ലാം ഈ പേരൻസിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്യും, ഇല്ല എന്നല്ല. പക്ഷേ ഇവർ ഏത് എൻവയൺമെൻറ്റിലാണെന്നുള്ളത് ഒരു മെയിൻ ഫാക്ടറല്ലേ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ഒരു എവിടെയാണോ ആ കുട്ടി ഉള്ളത് എന്നുള്ളത് വലിയൊരു ഫാക്ടറാണ്.